നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ഒരു പൊടിക്കടങ്ങണം. ഇങ്ങനെ സഹതാരങ്ങളോട് ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തണം. അത്തരത്തിലുള്ളൊരു നിർദ്ദേശം സാൻഡോസിൻ്റെ ഭാഗത്ത് നിന്ന് താരത്തിലേക്ക് പോകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ESPN. കഴിഞ്ഞ ദിവസം ഗ്ലോബോ ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുകയാണ് ഇപ്പോൾ ESPN ചെയ്യുന്നത്. അതായത് ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങളോട് ഷാപ്പേക്കോൻസിനെതിരെയുള്ള കളിയുടെ ഇടവേള സമയത്ത് നെയ്മർ ദേഷ്യപ്പെട്ടു. അത് സഹതാരങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കളി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നെയ്മറുടെ പെരുമാറ്റം ശരിയായിരുന്നില്ല എന്നതാണ് പുറത്തേക്ക് വന്നിരുന്നത്. അത് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. നെയ്മർ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ഡ്രസ്സിംഗ് റൂമിൽ. നിങ്ങൾക്ക് കളി അറിയാത്തത് കൊണ്ടാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നതെന്നൊക്കെയാണ് നെയ്മർ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ESPN അത് തന്നെ പറയുന്നു. അതായത് അക്കോർഡിംഗ് ടു ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ ഗ്ലോബോ ആൻഡ് കൺഫേംഡ് ബൈ ESPN എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ഇടുന്നത്. പ്ലെയർ ചില സഹതാരങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തു. പ്രധാനമായിട്ടും യുവതാരങ്ങളെ മേലാണ് നെയ്മർ ദേഷ്യം പ്രകടിപ്പിച്ചത്. 2 ഘട്ടങ്ങളിൽ, ഒന്ന് ഹാഫ് ടൈം സമയത്ത്, പിന്നെ ഒന്ന് കളി കഴിഞ്ഞിട്ട്. അപ്പം ചിലർ വിചാരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ ഈ സംസാരം കുറച്ച് ഓവറായി എന്ന് തന്നെയാണ്. അതേസമയം നെയ്മറും മറ്റു ചിലരും വിശ്വസിക്കുന്നത് ഇതൊക്കെ സാധാരണയല്ലേ എന്നുള്ളതാണ്. ESPN ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ള ഗബ്രിയൽ ബൊൻഡംബോയും ജാവോ അനാനിയാസും ഈ ഒരു സംഭവത്തിൽ വളരെയധികം ദുഃഖിതരാണ്. അവർക്കതിൽ എതിർപ്പുണ്ട്. അപ്പോൾ സാൻഡോസ് ഈ വിഷയത്തിൽ നെയ്മർ ചെയ്യേണ്ട കാര്യം എന്ന രൂപത്തിലുള്ളൊരു നിലപാടെടുത്തിരിക്കുന്നത്. ടു അവോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ സാൻഡോസ് ബിലീവ്സ് ദാറ്റ് നെയ്മർ ക്യാൻ ബി മോർ റിസർവ്ഡ്. നെയ്മർ കുറച്ചുകൂടി റിസർവ്ഡ് ആവണം. എല്ലാ കാര്യത്തിലും ഇങ്ങനെ കയറിപ്പോയി ഓരോന്ന് പറയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ അവോയ്ഡ് ആർഗ്യൂയിങ് വിത്ത് ടീംമേറ്റ്സ് ഓൺ ദി ഫീൽഡ്. കളിക്കളത്തിൽ വെച്ച് സാധാരണങ്ങളോട് തർക്കത്തിലേക്ക് പോകരുത്. സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്ത ഡിസ്കഷൻസ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനൊക്കെ മറുപടി വീഡിയോയുമായിട്ട് ചെല്ലുക. ഈ പരിപാടിയൊക്കെ നിർത്തണം. ഇതാണിപ്പോൾ സാൻഡോസിൻ്റെ നിലപാട് എന്നുകൂടി ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും പ്ലെയറുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫൊക്കെ ഈ ഒരു വിഷയത്തിൽ നെയ്മർക്ക് വേണ്ട വിധത്തിൽ ക്ലബ്ബ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. അവരതിൽ അസംതൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നാണ് വിവരം. ഇന്ന് നോക്ക്, ഗ്ലോബോ വീണ്ടും കുറേ കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. നെയ്മർ ജൂനിയറും ക്ലബ്ബും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര മികച്ച രൂപത്തിലല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതായത് കളി നടക്കുന്ന സമയത്ത് പോക്കർ കളിക്കാൻ പോവുക, അത് വലിയ രൂപത്തിൽ വിഷയമായി മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് സ്കില്ലിൻ്റെ കാര്യത്തിൽ അവർക്കിപ്പോൾ സംശയങ്ങളുണ്ട്. കാരണം നെയ്മർ വലിയ രൂപത്തിൽ ഫെഡപ്പാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കളി നിർത്തണം എന്ന് താല്പര്യമുണ്ട് ഇങ്ങനെയുള്ള ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ വരുമ്പോൾ. എന്നാൽ നെയ്മറുടെ ഫാദറിൻ്റെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് കളി തുടരുന്നത്. കുറേ കൊമേഴ്ഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ കളി തുടരുന്നത് എന്നൊരു ഫീലിംഗ് സാൻഡോസിനകത്തുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടുള്ളതെന്ന് വെച്ചാൽ മാർസലോ ടെക്സിയേഡ, അദ്ദേഹം സാൻഡോസിൻ്റെ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ മകനുമായിട്ട് അത്ര നല്ല ഒരു ബന്ധത്തിലല്ല, മാർസിലിഞ്ഞോ എന്ന് വിളിക്കുന്ന അദ്ദേഹവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല നെയ്മർ ജൂനിയർ ഉള്ളത്. കാരണം അദ്ദേഹത്തിന് ക്ലബിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഫ്രീ റെയിൻ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. 34-കാരനായിട്ടുള്ള നെയ്മറെ സംബന്ധിച്ചിടത്തോളം 2026 അവസാനം വരെയാണ് സാൻഡോസിൽ കോൺട്രാക്റ്റ് ഉള്ളത്. അതിനുശേഷം കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കാലം വരെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ എന്തായിരിക്കും, ഇതൊക്കെ വലിയ രൂപത്തിലുള്ള ആശങ്ക ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നു. സാൻഡോസ് ആരാധകരും അത്തരത്തിലാണ് പ്രതികരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.